നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശികൾക്ക് ഏർപ്പെടുത്തിയ യാത്രാവിലക്ക് തുടരുമെന്ന് കുവൈറ്റ് സർക്കാർ വക്താവ് താരിഖ് അൽ മുസ്രം അറിയിക്കുകയുണ്ടായി. ഈ മാസം പ്രവാസികൾക്ക് വമ്പൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇടത്താവളമാക്കി കുവൈറ്റിലേക്ക് വരാൻ ഇടത്താവളങ്ങളിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് വിദേശികൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. UAE പോലുള്ള ഇടത്താവളങ്ങളിലാണ് പ്രവാസികൾ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് വ്യാപനം ശക്തമായതോടെ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ഞായറാഴ്ച മുതൽ വൈകിട്ട് 5 മുതൽ പുലർച്ചെ 5 മണി വരെ ഭാഗിക കർഫ്യൂ ഏർപ്പെടുത്താനും മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു. ഇതുകൂടാതെ റെസ്റ്റോറന്റുകളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. ഡെലിവറി ഓർഡറുകളോ കാറിലിരുന്ന് ഓർഡർ ചെയ്യുന്ന ഡ്രൈവ് ത്രൂ സർവീസോ മാത്രം അനുവദിക്കുന്നതായിരിക്കും. ടാക്സികളിൽ ഇനി മുതൽ 2 യാത്രക്കാർ മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. പാർക്കുകൾ അടച്ചിടുന്നതായിരിക്കും. എന്നാൽ റെസ്റ്റോറന്റുകൾക്കും സഹകരണ സംഘങ്ങൾക്കും ഫാർമസികൾക്കും കർഫ്യൂ സമയത്ത് ഡെലിവറി സർവീസ് അനുവദിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കർഫ്യൂ സമയത്ത് നിസ്കാരങ്ങൾക്ക് 15 മിനിറ്റ് മുമ്പ് പള്ളികളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കൂ എന്ന് സർക്കാർ വക്താവ് താരിഖ് മുസ്രം അറിയിച്ചു. ഇതുകൂടാതെ മറ്റൊരു നിർണായക തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് വരുന്ന യാത്രക്കാരിൽ 5 വിഭാഗങ്ങളെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയതായി DGCA അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഡയറക്ടറേറ്റ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ സർക്കുലർ പുറത്തിറക്കി. ഇളവ് നൽകിയിരിക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ ഇവരാണ്: എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ, അവരുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഒപ്പം അവരുടെ കൂടെയുള്ള വീട്ടുജോലിക്കാർക്കും ഇളവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിച്ചിരിക്കണം. വിദേശത്ത് വൈദ്യ ചികിത്സയ്ക്കായി പോയ കുവൈറ്റ് സ്വദേശികളായ രോഗികൾക്ക് അവരുടെ സഹായിക്കും വൈദ്യ ചികിത്സ പൂർത്തിയാക്കി മടങ്ങി വരുമ്പോൾ ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ട. കുവൈറ്റ് ആരോഗ്യ സർവീസ് നിന്ന് നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയിരിക്കണം. യൂണിവേഴ്സിറ്റി പരീക്ഷ പൂർത്തിയാക്കി മടങ്ങി വരുന്ന വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്ന എല്ലാ കുവൈറ്റ് വിദ്യാർത്ഥികൾക്കും ഇളവ് ലഭിക്കുന്നതാണ്. തനിച്ച് യാത്ര ചെയ്യുന്ന പ്രായപൂർത്തിയാകാത്ത യാത്രക്കാരെ ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയതായും എന്നാൽ ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാ യാത്രക്കാരും 14 ദിവസത്തെ ഹോം ക്വാറന്റൈന് വിധേയരാകണമെന്നും സർക്കാർ അറിയിച്ചു. ഇവർക്ക് സ്വന്തം ചെലവിൽ 2 PCR ടെസ്റ്റുകൾ നടത്തേണ്ടി വരുന്നതാണ്. കുവൈറ്റിലെത്തുമ്പോൾ ആദ്യത്തെ PCR പരിശോധനയും എത്തിച്ചേർന്ന തീയതി മുതൽ 6-ാം ദിവസം 2ാമത്തെ PCR പരിശോധനയും നടത്തുന്നതാണ് എന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.